എടുത്തു വെച്ചതും ഒട്ടകം യാത്രയായതും റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു ആ സംഘത്തിൽ നിന്ന് വീണു പോകുന്ന എന്തെങ്കിലും പെറുക്കിയെടുക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്നത് എടുക്കാൻ നബി തങ്ങൾ നിയോഗിച്ച സ്വഹാബിയാണ്. ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് വരാറുള്ള സ്വഹാബിയാണ്. പക്ഷേ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പറയാറുണ്ട്, ഇത്രമേൽ തഖ്വയുള്ള ഒരു അന്യ പെണ്ണിനോട് സംസാരിക്കുകയോ കണ്ണുയർത്തി നോക്കുകയോ പോലും ചെയ്യാത്ത ഏറ്റവും നല്ല ഹയ്യായ ലജ്ജയും നാണവുമുള്ള സ്വഹാബിയാണ് സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആരുമില്ലാത്ത ഒരിടത്ത് ഒരു പാറയുടെ മുകളിൽ നിലാവിന്റെ വെളിച്ചത്തിൽ ഒരു പെണ്ണിരിക്കുന്നത് കാണുന്നു. ഇത് സ്വഹാബിമാർ കടന്നുപോയ വഴിയാണ്. ആ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് ഹബീബിന്റെ ഭാര്യയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയെ ഹിജാബിന്റെ നിയമം ഇറങ്ങുന്നതിന്റെ മുമ്പ് കണ്ടു പരിചയമുണ്ട് എന്ന് മഹദി പറയുന്നുണ്ട്. അന്നത് അനുവദിക്കപ്പെട്ടതായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഐഡന്റിഫൈ ചെയ്തു. അവിടെ പറഞ്ഞ വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവനെ, ഇതെന്തൊരു പരീക്ഷണമാണ്! നിന്റെ ഹബീബിന്റെ ഭാര്യ മരുഭൂമിയിൽ ഒറ്റക്കോ. ഇതല്ലാതെ ആയിഷ ബീവിയോട് എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങൾ ആരാ എന്നും ചോദിച്ചില്ല. സ്വഹാബിയാണെന്നറിയാം. ഒട്ടകം താഴ്ത്തിക്കൊടുത്തു. ബീവി അതിന്റെ മീതെ കയറിയിരുന്നു. അവർ രണ്ടുപേരും മദീനയിലേക്ക് ഹബീബിന്റെ വീട്ടിലേക്ക് എത്തുന്നവരെ ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ലെന്നാണ് ഹദീസ്. ഒരു സംസാരം അവിടെ ഉണ്ടായില്ല. ആ ഒരു യാത്രയുടെ പേരിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു അന്യപുരുഷന്റെ കൂടെ വ്യഭിചാരം ചെയ്തു എന്ന് ഈ ദുഷ്ടനായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ പറഞ്ഞു വരത്തിയത്. ഹബീബിന് എത്ര വേദനയുണ്ടായി, എത്ര കണ്ട് നബി തങ്ങൾ വേദനിച്ചു. ഒരു മാസം അത് സംബന്ധമായ വഹി വരാതെ നബി തങ്ങൾ വിഷമിച്ചില്ലേ? അത്രമേൽ വിഷമിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൽബിന് വേദനയുണ്ടാക്കിയ ഈ നുണപറച്ചിലിന്റെ നേതാവ് വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെക്കുറിച്ച് ഇതുപോലെയുള്ള അപരാധം പറഞ്ഞു പരത്തിയ അഹങ്കാരിക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ പറഞ്ഞില്ലേ? ആ വല്ലദീ തവല്ലാ കിബ്റഹു എന്ന് പറഞ്ഞ ആള് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാൻ ബിത്തിഫാഖിൽ ഉലമാ. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് വന്ന് മകൻ പറയാണ്, നബിയേ, വാപ്പ, എൻ്റെ വാപ്പ കച്ചവട സംഘവുമായി മദീനയുടെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ വാപ്പാക്ക് മദീനക്കുള്ളിലേക്ക് കടക്കണമെങ്കിൽ റസൂലേ അങ്ങ് സമ്മതം തരണം, അങ്ങ് സമ്മതം തരണം. പിന്നെ ഞാനൊന്ന് പറയാം നബിയേ, എൻ്റെ വാപ്പ അങ്ങയെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എൻ്റെ വാപ്പയാണത്. അതുകൊണ്ട് റസൂലേ, എൻ്റെ വാപ്പയെ വകവരുത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്വഹാബി ഏൽപ്പിക്കുകയും ആ സ്വഹാബി എൻ്റെ വാപ്പയെ കൊല്ലുകയും ചെയ്താൽ, നബിയെ, ഞാനൊരു മനുഷ്യനല്ലേ, സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ജാഹലിയത്തിൻ്റെ സ്വഭാവമോ ചിന്തയോ എൻ്റെ മനസ്സിൽ വരികയും എൻ്റെ വാപ്പയുടെ ഘാതകനെ ഞാൻ കൊല്ലുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്താൽ അത് കുറ്റമല്ലേ നബിയെ? അതുകൊണ്ട് ആരെയും ഏൽപ്പിക്കരുത്, അത് ഞാൻ ചെയ്യാം, അങ്ങേക്ക് വേണമെങ്കിൽ. മകൻ പറഞ്ഞതാ. എന്താണ് ഹബീബിന്റെ മറുപടി? ഇത് ചരിത്രം കേൾക്കണം. അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്നവരോ ഹബീബായ നബിയെ ഇനിയും അറിയാത്തവരോ ഉണ്ടെങ്കിൽ ഒന്നറിയണം. ബൽ നസ്ബിറു അലാ വാലിദിക്, ബൽ നസ്ബിറു അലാ വാലിദിക്. മോനെ, നിന്റെ വാപ്പയുടെ വിഷയത്തിൽ വാപ്പയെ കൊല്ലാൻ ഒരാഗ്രഹവുമില്ല. വാപ്പ ഒരുപാട് എന്നെ വേദനിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ബൽ നസ്ബിറു അലാ അബീക്, നിന്റെ വാപ്പയുടെ വിഷയത്തിൽ നമ്മൾ ക്ഷമിക്കുകയാണ് മോനെ, ക്ഷമിക്കുകയാണ്. ഹബീബിന്റെ ക്ഷമയാണത്. നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, എൻ്റെ വാപ്പയുടെ കച്ചവട സംഘം അവിടെ നിന്ന് തിരിച്ചുവിടാൻ പറഞ്ഞാൽ മദീനയിലേക്ക് കടക്കാതെ മദീനയുടെ മാർക്കറ്റിലേക്ക് വരാൻ കഴിയാതെ അവരെ ഞാൻ തിരിച്ചുവിടും നബിയെ, ഞാൻ അവരെ സ്റ്റോപ്പ് ചെയ്തു പോന്നതാണ്. അങ്ങ് സമ്മതം തന്നാൽ ഞാൻ അവരെ ഉള്ളിലേക്ക് വിടാം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി, മോനെ, നിന്റെ ഉപ്പയെ അകത്തേക്ക് കടത്തിവിട്ടോളൂ, അയാൾ വന്നോട്ടെ. അത് മാത്രമോ, വാപ്പ മരിച്ചപ്പോ, ഈ മുനാഫിക്കായ മനുഷ്യൻ മരിച്ചപ്പോ അബ്ദുല്ലാഹി ഉബയ്യ് ഇബ്നു സലൂൽ മദീനയുടെ രാജാവാകാൻ കൊതിച്ചിരുന്ന ആളാണ്. മദീനയുടെ രാജാവാകാൻ പട്ടം കെട്ടി നടന്നിരുന്ന ആളാണ്. ആ സമയത്താണ് ഹബീബായ നബി മദീനത്തേക്ക് വരുന്നതും മദീനയുടെ ചിത്രമാകെ മാറുന്നതും. അതിൽ അസൂയപ്പെട്ട ആളാണ് ഇയാൾ. പക്ഷേ
മരിക്കാൻ പോകുമ്പോ ഒരു കാര്യം പറഞ്ഞു, മോനെ അബ്ദുള്ള, മുഹമ്മദ് നബിതങ്ങളോട് പോയിട്ട് നബിതങ്ങളുടെ ഒരു ഖമീസ് എനിക്ക് വേണമെന്ന് പറയണം. ഹബീബിന്റെ ശരീരവുമായി ചേർന്ന് നിന്ന ഒരു വസ്ത്രം എൻ്റെ ശരീരത്തിൽ എനിക്ക് അണിയാൻ തരണം. ആ വസ്ത്രമിട്ടുകൊണ്ടാണ് ഞാൻ ഖബറിൽ കിടക്കുന്നതെങ്കിൽ ലഅല്ലല്ലാഹ യർഹമുനി, അല്ലാഹു എന്നോട് റഹ്മത്ത് കാണിച്ചേക്കാം. ആരാ പറയണത്? ഈ മുനാഫിക്കായ മനുഷ്യൻ. അതിന് മറുപടി നബിതങ്ങൾ എന്തു ചെയ്തു എന്ന് ചരിത്രം വായിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഖമീസ് കൊടുക്കുകയാണ് ഉണ്ടായത്. അവിടുത്തെ ഖമീസ് കൊടുത്തു. നബിക്കറിയാം ഇത് മുനാഫിഖാണ്, ഹബീബിനറിയാം ഇയാൾ കാഫിറാണ്. എന്നാലും ഒരു പ്രത്യക്ഷത്തിൽ കലിമ ചൊല്ലിയ ആളാണ്, പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളുടെ കോലത്തിൽ നടക്കുന്ന ആളാണ്. നബിതങ്ങൾ അത്രമേൽ ഉപദ്രവിച്ച ആളാണ്, അത്രമേൽ വേദനിപ്പിച്ച ആളാണ്. ആ മനുഷ്യന്റെ ഖബർ കുഴിച്ചു എന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ ജനാസ നിസ്കാരത്തിന് പൊന്നാര നബി കൈകെട്ടാൻ നിൽക്കുമ്പോഴാണ് വഹി വരുന്നത്. ലാ തഖും അലാ അഹദിൻ മിൻഹും മാത അബദാ. പാടില്ല നബിയെ, നിസ്കരിക്കാൻ പാടില്ല. അങ്ങ് ചെയ്തു കൊടുത്ത സേവനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പാപമോചനം ചോദിക്കാൻ പാടില്ല. നിസ്കാരം ഒരു ശഫാഅത്താണ്. അതാർക്കാ നിങ്ങൾ ചെയ്യുന്നത്? ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലയോ മുഹമ്മദുർ റസൂലുള്ളയോ ഖൽബ് കൊണ്ട് വിശ്വസിക്കാത്ത ആളാണ്. അതുകൊണ്ട് നിസ്കാരം പാടില്ല. അവിടെ നിന്ന് നബി തങ്ങൾ തിരിച്ചു പോരുകയാണ്. മോനോട് പറഞ്ഞു, മോനെ, നിന്റെ വാപ്പാക്ക് വേണ്ടി 70 തവണ ഇസ്തിഗ്ഫാർ ചോദിച്ചാലും അള്ളാഹു പുറത്തു തരില്ല എന്ന് പറഞ്ഞു. ആ 70 എന്ന് പറഞ്ഞത് ഒരിക്കലും എന്നാണ് അതിന്റെ ആശയം. 71 ചൊല്ലിയാൽ അവിടെ നിന്റെ വാപ്പാക്ക് മഗ്ഫിറത്ത് കിട്ടുമെങ്കിൽ ഞാൻ 71 തവണ നിന്റെ വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലാൻ ഒരുക്കമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ സമ്മതമില്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയെ വേദനിപ്പിച്ചവരോട് ഹബീബിന്റെ മറുപടി അതാണ്. ആ മറുപടിയാണ് ലോകത്ത് വിജയം കണ്ടത്. ആ മറുപടി കൊണ്ടാണ് 23 കൊല്ലം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി. 23 കൊല്ലം നമ്മൾ പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. 23 കൊല്ലം ഒരു നാട്ടില് പ്രസിഡന്റായിട്ട് നിൽക്കുന്നുണ്ടാകാം. 23 കൊല്ലം നമ്മൾ നാട്ടില് ഒരു കുടുംബനാഥനായിട്ട് ജീവിക്കുന്നുണ്ടാവും. നമ്മുടെ വീട്ടുകാർ മാറുന്നുണ്ടോ 23 കൊല്ലം കൊണ്ട്? നമ്മുടെ മഹല്ല് മാറോ നമ്മളെ കൊണ്ട് 23 കൊല്ലം കൊണ്ട്? നമ്മുടെ സ്റ്റേറ്റ് മാറോ 23 കൊല്ലം കൊണ്ട്? പുണ്യ നബിതങ്ങൾ അള്ളാന്റെ നബിയാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് 23 കൊല്ലം എടുത്തിട്ടുള്ളൂ. 43 കൊല്ലല്ല, 23 വർഷം. അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു വഅൻത അഹ്യൈത അജ്യാലൻ മിനർ റിമമി. ഈസാ നബി ഏതെങ്കിലും ആളുകൾക്ക് ജീവൻ കൊടുത്തതാണോ അത്ഭുതം? നബിയേ, എത്രയോ തലമുറകൾക്കല്ലേ നിങ്ങൾ ജീവൻ കൊടുത്തത്, എത്രയോ സമുദായങ്ങൾക്കല്ലേ നിങ്ങൾ ജീവൻ കൊടുത്തത്. വഅൻത അഹ്യൈത അജ്യാലൻ മിനർ റിമമി. സംസ്കാരമില്ലാതിരുന്ന ആളുകളെ നബിയെ അങ്ങ് മാറ്റിമറിച്ചില്ലേ? പരസ്പരം കൊന്നിരുന്ന ആളുകളെ കൊലവിളിയും പോർവിളിയും മാത്രം. അങ്ങനത്തെ ആളുകളാണ് മരണനേരത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നപ്പോ എനിക്ക് വേണ്ട, എൻ്റെ സഹോദരന് കൊടുക്കിൻ. 7 പേരും ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കിൻ എന്ന് പറഞ്ഞ് 7ാമത്തെ ആള് മരണപ്പെടുന്നു. 1ാമത്തെ ആളും മരണപ്പെടുന്നു. 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7 ശുഹദാക്കൾ അവിടെ ഷഹീദായപ്പോഴാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ വെള്ളത്തിന്റെ കോപ്പ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത്, യാ അല്ലാഹ്, പടച്ചവനേ, ഇന്നഹും ലം യശ്റബൂ മിൻ ഹാദൽ മാ ഫസ്ഖിഹിം മിൻ ജന്നതിക യാ റബ്ബ്. അല്ലാഹുവേ, ഒരു കോപ്പ വെള്ളം ഇവരാരും കുടിച്ചില്ല റബ്ബേ, ഇനി നിന്റെ സ്വർഗ്ഗത്തിൽ നീ കുടിപ്പിക്കണമേ അവർക്ക്. ഇവർ കുടിച്ചിട്ടില്ല റബ്ബേ ദുനിയാവിൽ. വെള്ളം കുടിക്കാതെയാ മരിച്ചു പോയത്. ഓരോരുത്തരും ആവിട്ട് കരയാ വെള്ളം തരുന്നു. അപ്പൊ അടുത്ത ആള് വിളിക്കുമ്പോൾ എനിക്ക് വേണ്ട അവിടെ കൊടുത്തേക്കുന്നു. യാ അല്ലാഹ്, ഇതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. നമ്മളൊരു നേർച്ചയോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഉളുഹിയത്തിന്റെ ഇറച്ചിപ്പൊതി കിട്ടിയില്ലെങ്കിൽ മഹലിൽ കച്ചറ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ? ചിലപ്പോൾ തികയാത്തത് കൊണ്ടോ പേര് വിട്ടുപോയതോ ആയിരിക്കാം. എനിക്ക് കിട്ടിയില്ല, എനിക്ക് വലിയ പൊതി കിട്ടിയില്ല, എനിക്ക് കിട്ടിയത് മുഴുവൻ എല്ലാണല്ലോ. യാ അല്ലാഹ്, ഇതാണോ നമ്മുടെ സ്വഭാവം? യർമൂക്കിന്റെയും ഇതുപോലെയുള്ള സ്വഹാബത്തിന്റെയും ചരിത്രം പഠിച്ചിട്ട് നമ്മൾ ഇതാ കാണിച്ചു വിടേണ്ടത്. എനിക്ക് വേണ്ട അവർക്ക് കൊടുക്കിൻ എന്ന് പറയേണ്ടതാണ്, എനിക്ക് മാത്രമാണ് കിട്ടേണ്ടത് എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്കാരം അതല്ല. അല്ലാഹുമ്മ ഫസ്ഖിഹിം മിൻ ജന്നതിക്,
പടച്ചവനെ നിന്റെ സ്വർഗത്തുനിന്ന് കുടിപ്പിക്കണമേ, ഇവിടുന്ന് കുടിച്ചില്ല റബ്ബേ. ഈ ഒരു മാറ്റം പുണ്യനബി ചെയ്തത് 23 കൊല്ലം കൊണ്ട് ഹബീബിന്റെ ഈ സ്വഭാവത്തിലാണ്. وَلَتَسْمَعُنَّ مِنَ الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ وَمِنَ الَّذِينَ أَشْرَكُوا أَذًى كَثِيرًا وَإِن تَصْبِرُوا وَتَتَّقُوا فَإِنَّ ذَلِكَ مِنْ عَزْمِ الْأُمُورِ. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ ആ ഒരു ചര്യയാണ്, സുന്നത്താണ് ഈ ഉമ്മത്ത് നിലനിർത്തി പോരുന്നത്. ആ ചര്യയിലൂടെയാണ് സബറിലും തഖ്വയിലും 2 വാക്കുകളിലാണ് ഉമ്മത്തിന്റെ വിജയം കിടക്കുന്നത്. 2 വാക്കുകളാണ്, ഒന്ന് സബർ, മറ്റൊന്ന് തഖ്വ. തഖ്വയും സബറും. നമ്മൾ ക്ഷമിക്കും, പക്ഷെ തഖ്വ ഉണ്ടാവില്ല, അപ്പൊ പിന്നെ അടി കിട്ടും. ക്ഷമണ്ട്, പക്ഷെ തഖ്വ അല്ല, ഫുജൂറാണ്, തിന്മയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അല്ലാഹു തആല നസ്റല്ല തരാ, പിന്നെ ഖബറാ തരാ, പോയിക്കോന്നാ പറയാ, നീ ഇവിടെ നിൽക്കാനായിട്ടില്ല. സബറും തഖ്വയും ഉണ്ടെങ്കിൽ നസ്റാൻ, വിജയമാണ്. പക്ഷേ സബറും ഫുജൂറുമാണെങ്കിൽ ഖബറാൻ. യാ അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിനെ ഇസ്സത്തിലാക്കി തരട്ടെ. അതുകൊണ്ട് അവ്വലൻ വ ആഖിറൻ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് മടങ്ങാനും റബ്ബ് തആലയിലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചു പോകാനുമുള്ള ഒരു തയ്യാറെടുപ്പെടുക്കേണ്ട സമയമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടത്. കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ ഒരു ക്രൈസിസ് നമ്മുടെ കച്ചവടക്കാർ, ജോലിക്കാർ, സ്ഥാപനങ്ങൾ ഒക്കെ ആ ഒരു ക്രൈസിസിൽ നിന്ന് കരകയറി വരുന്നേ ഉള്ളൂ. കരകയറി എന്നൊരിക്കലും പറയാനായില്ല. കച്ചവടക്കാരൊക്കെ വിഷമത്തിലാണ്. പക്ഷെ ഒറ്റ കാര്യം പറയട്ടെ, ഇൻ തസ്ബിറു വതത്തഖു, കച്ചവടക്കാരെ നിങ്ങൾ വഞ്ചന ചെയ്യാതിരുന്നാൽ, നിങ്ങൾ വിൽക്കുന്നത് ജെന്യൂനാണ് എന്ന് പറഞ്ഞ് ഫേക്ക് വിൽക്കുകയും ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞ് ക്വാളിറ്റി ഇല്ലാത്തത് കൊടുക്കുകയും അതിൻ്റെ പ്രൈസ് ഇത്രയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കളവ് പറഞ്ഞ് വിൽക്കുകയും ചെയ്യുന്നിടത്തോളം അള്ളാഹു നിങ്ങൾക്ക് പരിഹാരം തരൂല. എന്തെന്നറിയോ? നമ്മൾ അള്ളാഹിൻ്റെ ആളുകളാണ് അതിൻ്റെ പേരിൽ. എന്നാൽ അള്ളാഹുവിന് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹം ചെയ്യുന്ന റഹ്മാനാണ് അള്ളാഹു. അള്ളാഹു കാഫിറുകൾക്കോ അവിശ്വാസികൾക്കോ അവരെ നിഷേധിക്കുന്നവർക്കോ അള്ളാഹിനെ തെറി പറയുന്നവർക്കോ ദുന്യാവ് കൊടുത്തേക്കാം, കച്ചവടം കൊടുത്തേക്കാം.